അധ്യക്ഷൻ കറണ്ട് ബുക്സിൻ്റെ പബ്ലിക്കേഷൻ മാനേജറായ കെ ജെ ജോണി, വേദിയിലുള്ള മറ്റു സുഹൃത്തുക്കളെ, ബഹുമാന്യരെ, സദസ്സിലുള്ള ബൈജു പണിക്കരുടെ സഹധർമ്മിണി ബിന്ദു, മകൻ ജഗൻ, സഹോദരൻ പ്രഭു, മറ്റു കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ബൈജു പണിക്കരുമായി ജീവിതത്തിൽ ഉറ്റ ബന്ധം പുലർത്തിയവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ടതും വളരെ ചൈതന്യമറ്റതുമായ ഓർമ്മയാണ് ആ ബന്ധത്തിൻ്റെ കാലം. സാധാരണയായിട്ട് ഒരാൾ വിയോഗം പ്രാപിക്കുമ്പോൾ പല രീതിയിലത് നമ്മൾ പറയാറുണ്ട്. അതിൽ ഒന്നാണ് അയാൾ ഓർമ്മയായി മാറുക എന്നുള്ളത്. ഇപ്പം നമ്മുടെ വടക്കൻ കേരളത്തിലൊന്നും ഈ തീപ്പെടുക തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ ഇല്ല. തിരുവനന്തപുരത്തുള്ള ഒരു പ്രയോഗമാണത്, തീപ്പെട്ടു പോവുക എന്നുള്ളത്. പക്ഷെ നമ്മളവിടെ ഇങ്ങനെ ഓർമ്മകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ ഇംഗ്ലീഷ് എഴുത്തുകാരിയായ ജോർജ് എലിയട്ട്, എഴുത്തുകാരിയാണ്, അവരുടെ ഒരു തൂലികാ നാമമായിരുന്നു. അവർ പറഞ്ഞ ഒരു പ്രശസ്തമായ വാക്യം മരണത്തിന് ശേഷം ഏവർക്കും പറയാവുന്ന ഒന്നാണ്. അവർ ഡെഡ് ആർ നെവർ ഡെഡ് ടു us until we have forgotten them. 19ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരിയായിരുന്നു മേരി ആൻ ഇവാൻസ് എന്ന് പറയുന്ന ജോർജ് എലിയട്ട്. നോർത്ത് ലണ്ടനിലെ കാൾമാർസ് അന്ത്യം ഉറങ്ങുന്ന ഹൈഗേറ്റ് സെമിത്തേരിയിലാണ് ജോർജ് എലിയട്ടിൻ്റെയും അന്ത്യ വിഷ്ണു. മാർസിൻ്റെ ശവകുടീരത്തിൻ്റെ നേരെ മുന്നിൽ. അപ്പോൾ അവരും മരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. പക്ഷെ ഇപ്പോഴും ആളുകൾ അവിടെ ചെല്ലുകയും ആ എഴുത്തുകാരിയുടെ മുന്നിൽ അവരെ ഓർമ്മിച്ചുകൊണ്ട് ഈ തൂലികകൾ സമർപ്പിക്കുകയും ചെയ്യാറുണ്ട്. നമ്മളവിടെ ചെന്നാൽ കാണുന്നത് ഇതാണ്. ആ ശവകുഴിയുടെ നീളത്തിലും വീതിയിലും കുത്തി നിർത്തിയിട്ടുള്ള പേനകളാണ്, പലതരത്തിലുള്ള പേനകളാണ്. അപ്പം നമ്മളവരെ ഓർമ്മിക്കുന്നു, അവരിപ്പോഴും ജീവിക്കുന്നു. എഴുത്തുകാരും മരിച്ചു കഴിഞ്ഞാൽ പുസ്തകങ്ങളായിട്ട് പുനർജനിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പം അത് നമ്മൾ ആ മരണാനന്തരം, നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോഴും ബിജു സൂചിപ്പിച്ചതുപോലെ, നമ്മൾ അവരെ ഏത് രീതിയിൽ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സുകളിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ബൈജുവുമായിട്ടുള്ള ബന്ധം, സൗഹൃദം എന്നെ സംബന്ധിച്ച് വളരെ യാദൃച്ഛികമായി സംഭവിച്ച ഒന്നാണ്. ബൈജു പണിക്കരുമായിട്ട് എത്രയോ വർഷക്കാലം അതിന് മുമ്പേയുള്ള സൗഹൃദം സ്ഥാപിച്ചവർ പലരും ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ബൈജുമായി പരിചയപ്പെട്ടപ്പോൾ ഞാൻ ആലോചിച്ചത്, എത്രയോ മുമ്പേ കാണേണ്ടതായിരുന്നല്ലോ, പരിചയപ്പെടേണ്ടതായിരുന്നല്ലോ എന്നാണ്. അതിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നു താൻ. ഈ ഓർമ്മ പുസ്തകത്തിൽ ഞാൻ എഴുതിയ കുറിപ്പിൽ അതിൻ്റെ ഒരു സാഹചര്യം, സവിശേഷമായൊരു സാഹചര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ബൈജു പണിക്കർ നിർമ്മാതാക്കളിൽ ഒരാളായ ഒരു മെയ് മാസ പുലരിയിൽ ചിത്രീകരിച്ചത് ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് എഴുതിയ കെ ജി ജോർജിൻ്റെ മറ്റൊരാൾ ചിത്രീകരിച്ച അതേ സ്ഥലത്ത് വെച്ചാണ്.
ജവഹർലാലിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള 2 വീടുകളിലായിരുന്നു ആ ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് ഒരേ അവസരത്തിൽ നടന്നത്. അപ്പം അത് നടക്കുമ്പോൾ അതിൽ അഭിനയിക്കുന്ന ഒരു പ്രധാന കഥാപാത്രത്തെ അതിൽ അവതരിപ്പിക്കുന്ന മുരളി അതിന് മുമ്പേ എൻ്റെ സുഹൃത്തായിരുന്നു. ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫീസിൽ ഒരു ക്ലർക്കായിട്ട് മുരളി ജോലി ചെയ്യുന്ന കാലത്ത് ഞങ്ങൾ സൗഹൃദം ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ തിരക്കഥ ഇവിടെ ഇരുന്ന് എഴുതുമ്പോഴും മുരളി എപ്പോഴും വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുരളിയെ കാണാനും ഒപ്പം പരിചയമുള്ള BR ഗോപിനാഥനെ കാണാനുമായിട്ട് ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടവേളകളിൽ മെയ് മാസപ്പുലരിയുടെ സെറ്റിലേക്ക് പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ അന്ന് ബൈജുവായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയുണ്ടായില്ല. അതിൻ്റെ ഖേദം എനിക്ക് തോന്നിയത് പിന്നീട് ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോഴാണ്. അത് ഇത്ര അടുത്ത് ഒരു റോഡിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഞങ്ങൾ ചിത്രീകരിക്കുന്നു 2 ചിത്രങ്ങൾ. മാത്രമല്ല ഈ മെയ് മാസപ്പുലരിയിൽ ഇവിടെ പ്രദർശിപ്പിച്ചപ്പോഴും ഞാനും ജോർജ് ഏട്ടനും കൂടിയിട്ട് ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഒരുമിച്ചാണ് പോയത്. ഗോപി പറഞ്ഞിട്ട് അന്ന് അതിലത്തെ പ്രധാന നടിയായ അതിലെ രേഷ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശാരി അന്ന് ഞങ്ങളുടെ കൂടെ പ്രദർശനം കാണാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ദിവസമാണ് രഞ്ജിത്തിനെ ഞാൻ പരിചയപ്പെടുന്നത് സത്യത്തിൽ, അതിൻ്റെ കഥാകൃത്ത് എന്ന നിലയിൽ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ പരിചയപ്പെടാനും ബന്ധപ്പെടാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് അന്ന് ഈ 87 ഞങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഇത്രയും വർഷക്കാലം നമ്മൾക്ക് നഷ്ടപ്പെടില്ലായിരുന്നു എന്നെനിക്ക് തോന്നുകയായിരുന്നു. ഞങ്ങൾ കാണുന്നത് പിന്നീട് ഗോവയിൽ വെച്ചാണ്. അവിടെ വർഷം തോറും നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ 2 പ്രതിനിധികൾ എന്ന നിലയ്ക്കാണ് ഞങ്ങൾ പനാജിയിൽ വെച്ചിട്ട് കാണുന്നത്. പക്ഷെ കണ്ടുമുട്ടിയപ്പോൾ നമ്മൾ എത്രയോ വർഷത്തെ ഗാഢ സൗഹൃദം ഉണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലാണ് ബൈജു എൻ്റെ മനസ്സിൽ തോന്നിച്ചത്. അപ്പോൾ ഓരോ വർഷവും അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു, പിന്നീട് തിരുവനന്തപുരത്ത് വരുന്നു, ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്നു. അതിൻ്റെ സൗഹൃദം പല രീതിയിൽ അതിൻ്റെ വ്യാപ്തി നേടുന്നു. അദ്ദേഹം പ്രവർത്തിച്ചത് ഒരു മേഖല വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയാണെന്ന് നമുക്ക് അറിയാം. ആ വിദ്യാലയത്തിലേക്ക് വെള്ളറടയിലെ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലേക്ക് ഞാനൊരു തവണ പോയിരുന്നു. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസാദ മധുരമായിട്ടുള്ള ഒരു ഓർമ്മയാണ് ആ വിദ്യാലയ സന്ദർശനം എന്ന് പറയുന്നത്. അവിടെ ചെല്ലണമെന്നുള്ളത് ബൈജുവിൻ്റെ വലിയൊരു താല്പര്യമായിരുന്നു, ഞാൻ ചെല്ലണം അവിടെ എന്നുള്ളത്. അപ്പോൾ ഞാനും കുറേ കാലം അധ്യാപകനായിരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഗൃഹാതുരത്വം എനിക്കും വിദ്യാലയങ്ങളോട് ഉള്ളത് കൊണ്ട് ഞാൻ ആ ക്ഷണം സ്വീകരിക്കുകയും അവിടെ പോവുകയും ചെയ്തു. ആ യഥാർത്ഥത്തിൽ ആ വിദ്യാലയം എന്നെ വളരെ അത്ഭുതപ്പെടുത്തുകയുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പൂർവ്വസ്ഥിതി, അതിൻ്റെ അപ്പൂപ്പൻ സ്ഥാപിച്ച വിദ്യാലയമാണ്. അച്ഛനതിൻ്റെ മാനേജറായിരുന്നു എത്രയോ വർഷക്കാലം. അതിന് ശേഷം ആ വിദ്യാലയം അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിലും അക്കാദമിക് നിലവാരത്തിലും കൈവരിച്ചിട്ടുള്ള മേന്മ എന്ന് പറയുന്നത് നമുക്കവിടെ ചെല്ലുന്ന ഒരാൾക്ക് തന്നെ വളരെ പ്രത്യക്ഷമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു. അവിടെ ഇത്രയും ഈ അച്ചടക്കമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം നമ്മൾ വളരെ അപൂർവമായിട്ട് വിദ്യാലയങ്ങളിൽ കാണുകയുള്ളൂ. അത്രയും ഉത്സുകരായിട്ടാണ് ആ കുട്ടികളെ അവിടെ കണ്ടത്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഈ ഗേറ്റ് തൊട്ടിട്ട് ഈ എൻ്റെ നിരവധി പുസ്തകങ്ങളുടെ കവറുകൾ അവിടെ ഇങ്ങനെ വരച്ച് വെച്ചിട്ട് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ കടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ ഏതോ ഒരു സ്വപ്നത്തിലൂടെ കടന്നു പോകുന്നത് പോലുള്ള ഒരു തോന്നലായിരുന്നു ഉണ്ടായിരുന്നു. ആ കുട്ടികളാണെങ്കിൽ അത്രയേറെ കൗതുകത്തോടുകൂടി, അത്രയും നിഷ്കളങ്കതയോടുകൂടി, അത്രയും താല്പര്യത്തോടുകൂടി നമ്മളെ സ്വീകരിക്കുന്നു. ആ വിദ്യാലയത്തിന് സാധാരണഗതിയിൽ ഇപ്പോൾ ഈ സ്വകാര്യ മാനേജ്മെൻറ്റ് വിദ്യാലയങ്ങളുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ തലവന്മാരായിട്ടുള്ള പലരും ഇവിടെ ഉണ്ട്. മണിയുണ്ട്, തോമസ് കോശിയുണ്ട്, ഇവരൊക്കെ ഇവിടെ ഉണ്ട്. ഇവരുടെ ഈ പല വിദ്യാലയങ്ങളിൽ ഞാൻ പോയിട്ടുമുണ്ട്. ഇവരുടെ ഈ വടശ്ശേരിക്കരയിലെയും ആയൂരിലെയും വിദ്യാലയങ്ങളിൽ ഈ സൗഹൃദത്തിൻ്റെ പുറത്ത് ഞാൻ പോകാനിടയായിട്ടുണ്ട് ഇവിടെയൊക്കെയും.
അപ്പോൾ നമ്മൾ സാധാരണ നമ്മളൊരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അധികൃത ആരെങ്കിലും അധികാരി അല്ലെങ്കിൽ പോലും നമ്മളവിടെ ചെല്ലുമ്പോൾ ആ വിദ്യാലയം എങ്ങനെയുണ്ട് എന്ന് ഒറ്റ നോട്ടം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഒരുപാട് വിദ്യാലയങ്ങളിൽ ഞാൻ ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ വിദ്യാലയം എന്താണ് എന്ന് നമ്മൾ അതിൻ്റെ കവാടത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ബൈജു പണിക്കർ എന്ന് പറയുന്ന ഒരു മാനേജർ, ആ മാനേജർമാർ പൊതുവേ നമ്മൾ സ്കൂളുകളിൽ കാണാത്ത ഒരാളാണ്. പല സ്കൂളുകളിൽ ഈ മാനേജർമാരുണ്ടാവാറില്ല. അവിടെ നിയമനത്തിൻ്റെ സന്ദർഭത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്ന ആളോ അല്ലെങ്കിൽ നിയമനം തേടുന്നവർ ചെന്ന് കാണുന്ന ഒരാളോ ആയിട്ടാണ് മാനേജർമാരെ നമ്മളെ കാണുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ചെയ്യാനോ അതിൻ്റെ മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യാനോ ശുചിമുറികൾ പണിയാനോ മതിൽ തകർന്നത് കിട്ടാനോ ഒക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം മാനേജർമാർ അവിടെ നിന്ന് എത്രയും ദൂരം പോയിട്ടുണ്ടാവും. അവിടെ ആരും ഉണ്ടാവാറില്ല. അവരുടെ ഒരു സാന്നിധ്യം സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. ഈ മാനേജ്മെൻറ്റ് വിദ്യാലയങ്ങളിൽ പൊതുവെയുള്ള ഒരു അവസ്ഥ അതാണ്. പക്ഷെ ഞാനവിടെ കണ്ടത് അവിടുത്തെ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം എന്ന് പറയുന്നത് അതിൻ്റെ 10 വർഷത്തിലധികമായിട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്തിരുന്ന ബൈജു പണിക്കരുടേതാണ്. അവിടെ അദ്ദേഹത്തിന് ഒരു വലിയ ഓഫീസ് മുറി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വിദ്യാലയത്തിൽ ഒരു മാനേജർക്ക് ഓഫീസുള്ളതായിട്ട് കാണുന്നത്. ആ ഓഫീസാണെങ്കിലോ അവിടുത്തെ ഈ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിനേക്കാളും മോഡിയിൽ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഓഫീസായിരുന്നു. അപ്പോൾ ആ ഓഫീസ് തന്നെ മാനേജർ എന്ന് എഴുതിയിട്ടുള്ള ആ ഓഫീസ് തന്നെ തെളിയിക്കുന്നത് ഇത്രയും പ്രൗഢമായിട്ടുള്ള ഒരു സാന്നിധ്യം അവിടെ ഉണ്ട്. അധ്യാപകർക്ക് ആശ്രയിക്കാവുന്ന, കുട്ടികൾക്ക് ആശ്രയിക്കാവുന്ന ഒരു സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളത്. ആ വിദ്യാലയം ഈ അക്കാദമിക് തലത്തിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചിട്ട് ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ ആ കുട്ടികളൊരു പ്രത്യേകത കുട്ടികളാണ്. അവർ തമിഴ്നാട് ബോർഡറിലൊക്കെ ഉള്ള കുട്ടികളാണ്. അത് നമ്മുടെ ഈ നഗരത്തിലെ തിരുവനന്തപുരം നഗരത്തിലെ വളരെ പരിഷ്കൃത സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികളല്ല അവർ. പലരും ദരിദ്രരാണ്. ഭാഷ, നമ്മുടെ മലയാള ഭാഷ വലിയ പിടിപാടില്ലാത്തവരാണ്. പക്ഷേ ആ കുട്ടികൾ ഈ പഠന ഔത്സുക്യത്തോടു കൂടി അവിടെ വരികയും അവർ ഈ SSLCയിലും ഹയർ സെക്കൻഡറിയിലും ഉന്നത വിജയം കരസ്ഥമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് നമ്മൾ ഒരു വിദ്യാലയത്തെ നമ്മൾ ഒരു ധനസമ്പാദനത്തിനുള്ള ഉപാധിയായിട്ട് കാണുന്ന ഒരു മാനേജർക്ക് ഈ വിദ്യാലയത്തിൻ്റെ അക്കാദമിക് നിലവാരത്തിൽ ഒരു തരത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കുട്ടികളെന്തോ ചെയ്തോട്ടെ, അവിടെ വേക്കൻസി വരും, അവിടെ നമ്മൾക്ക് ആളെ ചേർക്കാം, അതിന് ഇത്ര നമുക്ക് കാശ് വാങ്ങിക്കാം എന്നല്ലാതെ. പക്ഷേ ഇത് അങ്ങനെയല്ല. അത് ആ ബൈജു ഗോവയിൽ വന്നിട്ട് അവിടെ ഇരിക്കുമ്പോഴും എപ്പോഴും ഈ സ്കൂളിൻ്റെ കാര്യമാണ് പറയുക. സ്കൂളിൻ്റെ കാര്യത്തിൽ എനിക്ക് പോകാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ചാടി ഇങ്ങോട്ട് വരികയുണ്ടായി വളരെ പെട്ടെന്ന്. എപ്പോഴും അതിൻ്റെ കാര്യങ്ങളാണ് ബൈജു ശ്രദ്ധിച്ചിരുന്നത്. അപ്പം അത് നമുക്ക് ഉള്ള ഒരു സമർപ്പണ ബോധം എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ആ വിദ്യാലയത്തോട് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ മാനുഷിക ക്രിയയോടുള്ള അതിയായ മതിപ്പ് അത് ബൈജു വെച്ചു. അതാണ് ബൈജുവിനെ ഒരു വളരെ വളരെ വ്യത്യസ്തനാക്കുന്ന ഒന്ന്. അവിടെ പിന്നെ മറ്റൊന്ന്, സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള സൗഹൃദം കൂടുതൽ ദൃഢതരമാക്കാനുള്ള ഒരു അസാമാന്യമായിട്ടുള്ള വൈഭവം ബൈജുവിനുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും ഒരാളെ കണ്ടുമുട്ടും യാദൃശ്ചികമായിട്ട്, അത് നമ്മളവരെ മറന്നുപോകും. അതല്ലെങ്കിൽ നമ്മൾ പിന്നീട് നമ്മളെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പക്ഷേ അവരുമായിട്ട് പിന്നീട് ഒരു സൗഹൃദത്തിനുള്ള അവസരം ഉണ്ടാകുന്നില്ല. പക്ഷേ ബൈജുവിൻ്റേത് അങ്ങനെയല്ല. നമ്മൾ കണ്ടു, പക്ഷേ അത് നമ്മൾ പിരിഞ്ഞാലും നമ്മൾ ഇന്നലെയാണല്ലോ പിരിഞ്ഞതെന്നുള്ള ഒരു മട്ടിലുള്ള അത്രയും ഒരു പരിചിത ഭാവം നമ്മളിൽ ഉളവാക്കുകയും അതിൻ്റെ സ്നേഹം നമ്മളെ അനുഭവിപ്പിക്കുകയും ചെയ്യും. ഒരു തികഞ്ഞ സഹൃദയനായിരുന്നു ബൈജു. അദ്ദേഹം ഒരു ഗായകനായിരുന്നു. അവിടെ ഗോവയിലൊക്കെയുള്ള എല്ലാ രാത്രികളും ഈ സംഗീതം സാന്ദ്രമായിരുന്നു. അവിടെ പാട്ട് പാടുക, അത് കിഷോർ കുമാറിൻ്റെ ഗാനങ്ങളായാലും യേശുദാസിൻ്റെ ഗാനങ്ങളായാലും അതിങ്ങനെ
വളരെ പാടി കേൾപ്പിക്കുക, അത് സ്വയം അതിൽ ആനന്ദിക്കുക എന്നുള്ളതായിരുന്നു ബൈജുവിൻ്റെ ഒരു രീതി. ഒപ്പം ബൈജു ഒരു ഒന്നാം തരം പാചകക്കാരനുമായിരുന്നു. ബൈജുവിൻ്റെ പാചകക്രിയകൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അന്തം വിട്ടു പോകും. അവിടെ ഗോവയിൽ പനാജിയിലെ അവിടുത്തെ ഈ മാർക്കറ്റിൽ നിന്നുള്ള അവിടുത്തെ മീനുകൾ സമൃദ്ധമായിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് അവിടെ ഫ്ലാറ്റിൽ അവിടെ ഇരുന്ന് അത് മുഴുവൻ ഈ വളരെ വിചിത്രമായ രീതിയിൽ വളരെ നേരത്തെ പറഞ്ഞ അതേ സമർപ്പണ ബോധത്തോടുകൂടി അദ്ദേഹം പാചകം ചെയ്യുകയും അവിടെ വരുന്ന എല്ലാവരെയും വിരുന്നൂട്ടുകയും ചെയ്യുക എന്നുള്ളത്. അത് തനിക്കായിട്ട് കഴിക്കാനല്ല, അവിടെ വരുന്നവർക്കെല്ലാവർക്കും അവിടെ കയറാമായിരുന്നു. ഒരു സത്രം പോലെയായിരുന്നു. അവൻ ഫ്ലാറ്റിൻ്റെ കാര്യം നമ്മളതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരു ഈ പനാജിയിൽ അവിടെ ഈ മേരിയുടെ ചർച്ചിൻ്റെ, ഇമാക്കുലേറ്റ് മേരി ചർച്ചിൻ്റെ താഴെയുള്ള ഒരു ഫ്ലാറ്റ് ബൈജു തൻ്റെ ഗവേഷണ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കുകയും അവിടെ അത് സ്ഥിരമായിട്ട് അത് നിലനിർത്തുകയും ചെയ്തു. അതിൽ അത്ഭുതകരമായിട്ടുള്ള കാര്യം, ഈ ഫ്ലാറ്റിൻ്റെ ഉടമയും ബൈജുവും ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അവർ തമ്മിൽ ഫോണിൽ ബന്ധപ്പെടുമായിരുന്നു. അപ്പോൾ ഈ ഫ്ലാറ്റിൻ്റെ ഉടമ ദൂരെ ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്, പനാജിയിലല്ല താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ വിളിച്ച് പറയുന്നു ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഉടമ പറയുന്നു താക്കോൽ ഇന്ന സ്ഥലത്തുണ്ടാകും. താക്കോൽ വാങ്ങിക്കുന്നു, അവിടെ ചേക്കേറുന്നു, അവിടെ പാചകം തുടങ്ങുന്നു, താമസം തുടങ്ങുന്നു. തിരിച്ചു പോകുമ്പോൾ ബൈജു ഫോണിൽ പറഞ്ഞു ഞാൻ പോവുകയാണ്, തിരിച്ചു വന്നത്. അപ്പോൾ എന്താണ് തരേണ്ടത്, എന്തെങ്കിലും തന്നേക്കുമെന്നാണ് അയാൾ പറയുന്നത്. ഇത്ര കാശൊന്നുമില്ല, എന്തെങ്കിലും തന്നേക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈ കാണാത്ത അദൃശ്യനായിട്ടുള്ള ഈ ഫ്ലാറ്റ് ഉടമ. അത് ആ ഒരു പാരസ്പര്യം വളരെ വിസ്മയകരമാണ്. അത് ഗോവ പോലുള്ള ഒരു സ്ഥലത്ത് ഈ ടൂറിസ്റ്റുകൾ ധാരാളം വരികയും മുറികൾ വാടക കൊടുക്കുകയും വാടക കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഈ രീതിയിൽ പരസ്പരം കണ്ടുമുട്ടാത്ത രണ്ടുപേർ തമ്മിലുള്ള ഈ സൗഹൃദ വായ്പ എന്ന് പറയുന്നത് എന്നെ വലിയ വിസ്മയിപ്പിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ കഴിഞ്ഞ തവണ പോയപ്പോൾ ഞങ്ങളെ ഏറ്റവും വേദനിപ്പിച്ചത് ബൈജു ഇല്ലല്ലോ എന്നുള്ളതാണ്. കാരണം ബൈജു ഉണ്ടെങ്കിൽ അത് അത്രയേറെ ചലനാത്മകമാകുമായിരുന്നു ഞങ്ങളുടെ ദിനങ്ങൾ. അവിടെ ഓരോ കാര്യത്തിലും ബൈജു ഉണ്ടാകുമായിരുന്നു. ഞങ്ങളത് പേർത്തും പറഞ്ഞുകൊണ്ടിരുന്നത് ബൈജു ഇല്ലല്ലോ എന്നുള്ളതാണ്. ഞങ്ങളവിടെ എന്നിട്ട് ഒരു അനുസ്മരണം കഴിഞ്ഞ തവണ വളരെ സങ്കടത്തോടുകൂടിയാണ് ഞങ്ങളവിടെ ഒരു അനുസ്മരണം നടത്തിയത്. അപ്പോൾ വീണ്ടും ഒരു വർഷം കഴിഞ്ഞു എന്ന് നമുക്കിപ്പോഴും വിശ്വസിക്കാൻ വളരെ പ്രയാസം. നമ്മുടെ ഈ കാലചക്രത്തിൻ്റെ വേഗം ഇപ്പം വളരെ വർദ്ധിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു എന്ന് നമ്മൾ പറയുന്നു. വളരെ പെട്ടെന്ന് ഇപ്പോഴേ കഴിഞ്ഞതുപോലെ തോന്നുന്നു. അത്രയും ആ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഷാജിയുടെ നേതൃത്വത്തിൽ ഒരു ഓർമ്മ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ആ പുസ്തകത്തിൽ ബൈജുവുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള രഞ്ജിത്ത്, ശങ്കരരാമകൃഷ്ണൻ, ജോണി, ഇങ്ങനെ പലരും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അവരുടെ പല മേഖലകളിലുള്ള അനുഭവങ്ങൾ, മൈമാസ പുലരിയിൽ തൊട്ടിട്ടുള്ള അനുഭവങ്ങൾ, അദ്ദേഹം ഈ സ്വകാര്യ സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹി എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ വളരെ കൗതുകകരമായിട്ടുള്ള 2 കുറിപ്പുകൾ എഴുതിയിട്ടുള്ളത് ബൈജുവിൻ്റെ മക്കളാണ്, ജഗനും ഭാവയുമാണ് എഴുതിയിട്ടുള്ളത്. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള ഈ ഒരു ശ്രദ്ധാഞ്ജലി വാക്കുകളിൽ ഉണ്ട്. ഞാനത് വായിച്ചപ്പോൾ വളരെ അച്ഛ എന്ന് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നതെന്ന് പറയുന്നു. ഇംഗ്ലീഷിലാണ്, അതെങ്കിലും അച്ഛ എന്നുള്ള വാക്കിലാണ് ജഗൻ്റെ ട്രിബ്യൂട്ട് തുടങ്ങുന്നത്. അതേപോലെ തന്നെയാണ് മകളുടെ കുറിപ്പും. അവൾ കാനഡയിൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ യാത്ര അയച്ചതിനെക്കുറിച്ചൊക്കെ ബൈജു വളരെ വാചാലമായിട്ട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അവൾ പോകുമ്പോൾ ബൈജു പറഞ്ഞു എന്ന് കേട്ടിട്ടുള്ളത്, ഞാൻ പോയാൽ നീ വരാൻ പാടില്ല എന്നുള്ള
അങ്ങനെ ഒരു പ്രിമോണിഷൻ ഉള്ളതുപോലെ ബൈജു സംസാരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് ബൈജുവിന് യാതൊരു അസുഖമില്ല, വളരെ ആരോഗ്യവാനാണ്. പക്ഷേ എയർപോർട്ടിൽ വെച്ചിട്ട് ഈ ബാവയോട് പറയുന്നത്, ഞാനോ അമ്മയോ പോയാൽ നീ വരാൻ, രണ്ടുപേരും പോയാലോ 3 പേരും പോയാലേ വരാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെയല്ലേ പറഞ്ഞത്? ഞാൻ പോയാൽ വരാൻ പാടില്ല, അമ്മ പോയാൽ വരാൻ പാടില്ല, ഞങ്ങൾ 3 പേരും പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നീ വരാൻ പാടുള്ളൂ എന്ന് പറയുണ്ടായി. എനിക്കത് കേട്ടപ്പോഴും ശരിക്കും ഭയങ്കര ഒരു സങ്കടം വന്നുപോയി. കാരണം ഇത് അന്നും ബൈജുവിന് ഒരു മരണത്തിൻ്റെ ഒരു ആശങ്ക തോന്നേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. പക്ഷെ ആ മോളെ അങ്ങനെ പറഞ്ഞയച്ചു. അവൾ എഴുതിയ കുറിപ്പിനകത്ത് അതാണ് സൂചിപ്പിക്കുന്നത്. അച്ഛൻ്റെ ആഗ്രഹം, അതിനുവേണ്ടി ഞാനിവിടെ നിൽക്കണം, അച്ഛൻ്റെ മോഹങ്ങളെ ഞാൻ നിറവേറ്റും എന്നുള്ള മറ്റുള്ളൊരു വളരെ 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 ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കുറിപ്പാണ്. അതിൻ്റെ കൂടെ ബൈജു പണിക്കർ പല ഘട്ടങ്ങളിൽ എഴുതിയിട്ടുള്ള ചില കുറിപ്പുകളും അതിൻ്റെ അനുബന്ധമായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പരാമർശിക്കേണ്ട ഒരു പേര് എൻ്റെ നാട്ടുകാരനും എൻ്റെ അടുത്ത സുഹൃത്തുമൊക്കെ ആയിട്ടുള്ള സതീഷ് ബാബു പയ്യന്നൂരിൻ്റേതാണ്. ബാബുവായിട്ടുള്ള ഒരു ഹൃദയബന്ധത്തെക്കുറിച്ച് ബൈജു എപ്പോഴും പറയുമായിരുന്നു. അവൻ ഇവിടെ തുടങ്ങിയിട്ടുള്ള പനോരമ വിഷൻ്റെ ആദ്യകാലം തൊട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ബൈജു ഭാഗഭാക്കായിരുന്നു. ആ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഇവിടെയുള്ള ശങ്കർ രാമേഷ്. അതിൻ്റെ ആദ്യകാലം തൊട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്നതാണ്. ബാബുവിൻ്റെ വിയോഗം, അകാലത്തുള്ള വിയോഗം ഞങ്ങൾ ഗോവയിൽ ഉള്ളപ്പോഴായിരുന്നു. കഴിഞ്ഞതിൻ്റെ തൊട്ട് മുമ്പത്തെ ഫെസ്റ്റിവൽ 22ൻ്റെ ഫെസ്റ്റിവലായിരുന്നു ഉണ്ടായത്. അത് അന്ന് ബൈജുവിനെ പെട്ടെന്ന് വല്ലാതെ തളർത്തുക മാത്രമല്ല, 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഫെസ്റ്റിവൽ വിട്ടിട്ട് ബൈജു അപ്പോൾ തന്നെ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു അതിൻ്റെ ഒരു മരണത്തിൻ്റെ വേദനയിൽ. അപ്പോൾ ആ ഒരു കാലം, ഇത്രയും വർഷക്കാലത്തെ ചില അനുഭവങ്ങൾ വളരെ സരസമായൊരു ഭാഷയിലാണ് അതിനകത്ത് ബൈജു കോറിയിട്ടിട്ടുള്ളത്. നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് വളരെ ഒരു ഈ ഫലിതബോധം, ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളുടെ രചനകളാണത്. ബൈജു അങ്ങനെ എഴുതിയിട്ടില്ല, പക്ഷേ അതിനകത്ത് അത് വായിച്ചു നോക്കിയാൽ അറിയാം എത്ര തമാശയോട് കൂടിയിട്ടാണ്, എന്തൊരു ഹ്യൂമർ സെൻസോട് കൂടിയിട്ടാണ് ബൈജു എഴുതിയിട്ടുള്ളത് എന്ന്. അങ്ങനെ എത്രയോ എഴുതാമായിരുന്നു, പക്ഷെ എഴുതിയില്ല. സിനിമകൾ ഇനിയും നിർമ്മിക്കാമായിരുന്നു, അതും ചെയ്തില്ല. ഗായകൻ എന്ന നിലയിൽ എവിടെയെങ്കിലും എത്തിപ്പെടാമായിരുന്നു. രവീന്ദ്രൻ്റെ മുമ്പിൽ പാടിയിട്ട് രവീന്ദ്രൻ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രവീന്ദ്രൻ മാഷ് പാട്ട് കേട്ടിട്ട് നല്ല ശബ്ദമാണ്, നന്നായിട്ടുണ്ട് എന്ന് പറയുമായിരുന്നു. അപ്പം അതിൽ രഞ്ജിത്ത് എഴുതിയ കുറിപ്പിൽ പറയുന്നുണ്ട്, ബൈജു എന്തായിത്തീരും എന്നുള്ളത് നമ്മൾ ആലോചിച്ചിരുന്നു എന്നും. ബൈജു ഇപ്പോൾ അന്ന് എൻ്റെ മറ്റൊരു വലിയ സുഹൃത്തായിരുന്ന അലക്സ് കടവിൽ, അവരൊക്കെ കൂടി ചേർന്നായിരുന്നു ആ സിനിമ ചെയ്തത് മെയ്മാസപ്പള്ളിയിൽ. അലക്സ് ആ കാലത്ത് വിട്ടുപോയി, ഹരി അതിൽ പോയി, അതിൽ മറ്റേ പലരും പോയി. അപ്പോൾ ആ സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നീട് പുതിയൊരു ചിത്രത്തിൻ്റെ സ്വതന്ത്രമായ നിർമ്മാണ ചുമതല വഹിക്കാനോ അതല്ലെങ്കിൽ സംവിധാനം ചെയ്യാനോ അല്ലെങ്കിൽ അഭിനയിക്കാനോ ഗായകനെന്ന നിലയിൽ പ്രവർത്തിക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ബൈജു ഞാൻ അതൊന്നും ആയില്ല എന്നുള്ള ആ കുറിപ്പിൽ ഒരു സ്ഥലത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ആയില്ലെങ്കിലും, നിർമ്മാതാവായില്ലെങ്കിലും ഗായകനായില്ലെങ്കിലും എന്തൊക്കെയോ ആയിട്ട് തന്നെയാണ് ബൈജു നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത്. അതായത് ഒരു വ്യർത്ഥ ജീവിതം ആയിരുന്നില്ല ബൈജു. വളരെ സമ്പന്നമായിട്ടുള്ള സാർത്ഥകമായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് ബൈജു നമ്മുടെ മുന്നിൽ ജീവിച്ച് നമ്മയൊക്കെ ഈ രീതിയിൽ ഇപ്പോഴും ദുഃഖിക്കാൻ ഇടയാക്കിയത്. അപ്പോൾ ഈ 1 വർഷം തികയുന്ന സന്ദർഭത്തിലൂടെ പ്രിയപ്പെട്ട ബൈജു പിന്നെ ഈ രീതിയിൽ അനുസ്മരിക്കാൻ അവസരം കൈവന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതൊരു പാഴ്വാക്കാണ്. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ, ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു ചാരിതാർത്ഥ്യം മാത്രം ഞാൻ പ്രകടിപ്പിക്കുന്നു. ഒപ്പം ഈ പുസ്തകം ബൈജുവുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട ശങ്കർ രാമകൃഷ്ണന് കൈമാറാൻ കഴിഞ്ഞതിലും
ഒരു ചാരിതാർത്ഥ്യം തോന്നുന്നു. നന്ദി.